ഗ്രാമത്തിന് നടുക്ക് വല്ലാത്ത വിഷമം നിറഞ്ഞിരുന്നു. അതിനുശേഷം ഗൗരി പനമരത്തിന്റെ വഴി കാണിച്ചു. രുചിയുള്ള പഴം, പിന്നെ എരിവുള്ള മസാലയുടെ കൂട്ട്. പനയുടെ വ്യത്യാസമായ ആ പലഹാരം എല്ലാവരുടെ വിഷമവും മാറ്റി. എക്സിബിഷനിൽ ജയിച്ച ചംകി ഗ്രാമത്തിന്റെ മഹത്വമായി മാറി. പുതിയ ചിന്തയും അതിനുള്ള അധ്വാനവും എല്ലാവരുടെ മര്യാദയും ഉയർത്തി. ഗ്രാമത്തിന് നടുക്ക് ആ ദിവസം തുടങ്ങി. മുകളിൽ സൂര്യൻ നന്നായി തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്തിൽ ലക്ഷ്മൺ, ആശിഷ്, പിന്നെ വലിയയ്യ എല്ലാ ഗ്രാമത്തിലെ ജനങ്ങളോടൊപ്പം ഒന്നിച്ചുകൂടി. അവരുടെ മുന്നിലായി ഒരു ബാനർ ഇട്ടിരുന്നു. അതിലെഴുതിയിരുന്നു, വർഷം തോറും നടക്കുന്ന രുചിയുടെ മത്സരം. എല്ലാരും തന്നെ ആ ബാനറാണ് നോക്കിയത്. പിന്നെ അവരുടെ മുഖത്ത് ചെറിയതായൊരു സങ്കടം കാണപ്പെട്ടു. സുഹൃത്തുക്കളെ, നമ്മൾ എന്തെങ്കിലും ആലോചിച്ചേ പറ്റുള്ളൂ. സിറ്റിയിലിരിക്കുന്നവർ നമ്മളുടെ ഗ്രാമത്തിലേക്ക് വരും. ഒരുപക്ഷെ നമ്മളുടെ അടുത്ത് അവർക്ക് കാണിക്കാൻ പുതിയതായിട്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ എല്ലാവരും നമ്മളെ കളിയാക്കും. ലക്ഷ്മൺ, നമ്മളുടെ അടുത്ത് എന്താ ഉള്ളത്? നമ്മളുടെ അടുത്ത് വലിയ ഫാക്ടറിയും ഇല്ല, അത്ഭുതമായ ഏതൊരു കാര്യവും ഇല്ല. എനിക്കറിഞ്ഞ് ഈ പ്രാവശ്യം നമ്മൾ ഈ മത്സരത്തിൽ ചേരാൻ പാടില്ലായിരുന്നു. തോൽവി സമ്മതിക്കുന്നത് വളരെ എളിയ കാര്യമാണ്. പക്ഷേ ഓർമ്മയിൽ വെച്ചോളൂ, പ്രകൃതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളാണ് അതിനെ കാണാതിരിക്കുന്നത്. ലക്ഷ്മണനും ആശിഷും വളരെ വിഷമത്തോടെ ഇരുന്നു. ഇപ്പോഴും അവർ ഗ്രാമത്തിന്റെ മര്യാദയെക്കുറിച്ചാണ് വിഷമിക്കുന്നത്. രാത്രി ലക്ഷ്മണൻ തന്റെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം തന്റെ ഒഴിഞ്ഞ പാത്രം നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം ആഴ്ന്ന ചിന്തയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗൗരി അവിടെ ആഹാരം കൊണ്ടുവന്നത്. അവൾ അദ്ദേഹത്തിനടുത്തായി ഇരുന്നു. നിങ്ങൾ ഇപ്പോഴും ആ മത്സരത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണോ? ആഹാരം തണുത്തു പോകും, ഒന്ന് വേഗം കഴിക്കൂ. ഗൗരി, ഈ ഗ്രാമം മുഴുവതും നമ്മളുടെ മേലെ വിശ്വാസത്തോടുണ്ട്. സിറ്റിയിലിരിക്കുന്ന ആൾക്കാർക്ക് പുതിയ കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ നമ്മളുടെ അടുത്ത് ഈ കൃഷിയും മരങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇതിൽ പുതുമയായിട്ട് ഏതാണ് ഉള്ളത്? പുതുമ എന്നത് സാധനങ്ങളിലല്ല, അത് നമ്മുടെ കാഴ്ചപ്പാടിലാണുള്ളത്. നാളെ രാവിലെ നിങ്ങളും ആശിഷും വടക്ക് ദിശയിലുള്ള പഴയ പാടത്തേക്ക് ചെല്ലൂ. ഒരുപക്ഷെ അവിടെ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടാം. ലക്ഷ്മൺ ഇക്കാര്യം ഓർത്ത് ഇപ്പോഴും കുഴപ്പത്തിലിരിക്കുകയാണ്. പക്ഷേ ഗൗരി വളരെ തെളിവായി കാണപ്പെട്ടു. ലക്ഷ്മണൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ഇതോടെ ഈ രാത്രി അവസാനിച്ചു. അടുത്ത ദിവസം ലക്ഷ്മണനും ആശിഷും വടക്ക് ദിശയിലുള്ള വയലിലേക്ക് റോഡിൽ നടക്കുകയായിരുന്നു. റോഡിന്റെ രണ്ടു വശത്തും ഉയരമുള്ള പനമരം നിൽക്കുകയായിരുന്നു. ലക്ഷ്മണന്റെ കണ്ണുകളിൽ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രകാശമുണ്ടായിരുന്നു. പക്ഷെ ആശിഷ് വളരെ തളർന്ന് വിയർത്തൊലിച്ച് നടക്കുകയായിരുന്നു. ലക്ഷ്മൺ, നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ഉയരമുള്ള പനമരങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇതിനെ കൊണ്ട് ഏതൊരു ഉപയോഗവും ഇല്ല. ഈ മരങ്ങൾ തേക്ക് മരത്തിനെ പോലെ സ്ട്രോങ് ആയിട്ടും ഉണ്ടായിട്ടില്ല. ഗൗരിയാണ് ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞത്. നോക്ക്, നമ്മളുടെ പൂർവികൾ ഇരിക്കുന്ന കാലം മുതൽ ഇത് ഇവിടെ ഉണ്ട്. നമ്മൾ ഇതിനെ നോക്കാതിരുന്നും ഇത് നമുക്ക് പഴം തരുന്നുണ്ട്. ഇതിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യമുണ്ട്. ഇതിന്റെ പഴമോ? ആ പന നൊങ്കോ? ഇതിനെ അങ്ങനെ കഴിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇതിലെന്താ പുതുമ ഉള്ളത്? സിറ്റിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ലക്ഷ്മൺ ഒരു പഴയ പനമരത്തിനടുത്ത് ചെന്ന് നിന്നു. അദ്ദേഹം ആ മരത്തിലേക്ക് നോക്കി. ആ പനമരത്തിൽ ഒരുപാട് നൊങ്കുകൾ നിൽക്കുകയായിരുന്നു. താഴെയും ഒരുപാട് പഴങ്ങൾ വീണു കിടന്നു. ലക്ഷ്മണൻ അതിൽ നിന്നും ഒന്ന് കയ്യിലെടുത്തു. എന്നിട്ട് അതിനെ ശ്രദ്ധിച്ച് അദ്ദേഹം നോക്കി. ഇതിനെ കുറച്ച് നോക്ക്, ഇത് എത്ര ഭംഗിയായിട്ടുണ്ട്. ഇതിനെ കാണാൻ ഒരു മഞ്ഞ് കട്ടിയനെ പോലെ ഉണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചോ ഇതിനെ വെച്ചിട്ട് വേറെ എന്താണ് ചെയ്യാൻ പറ്റുമെന്ന്? നമ്മൾ ഇത് കഴിക്കുന്നു, പിന്നെന്താ? ഇത് തണുപ്പായിട്ട് വയറ്റിന് നല്ലതാണ്. പക്ഷേ ഇതൊന്നും ഭക്ഷണമില്ല ലക്ഷ്മണൻ, ഇത് ഒരു പഴം മാത്രമാണ്. ഇതാണ് കാര്യം. ജനങ്ങൾ ഇതിനെ വെറും പഴമാണെന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ഇതിനെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തു തന്നാൽ, അതായത് ഇതിനെ നമ്മൾ അതുപോലെ ചെയ്യണം. ആൾക്കാർ ഇതിനെ കഴിച്ചതിന് ശേഷം മറക്കാൻ പാടില്ലായിരുന്നു. ആശിഷിന് ചെറിയ സംശയമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ലക്ഷ്മണന്റെ വിശ്വാസം നോക്കി. അദ്ദേഹം കരുതി ഒരു പ്രാവശ്യം ശ്രമിച്ചു നോക്കിയാൽ എന്താണെന്ന്. പിന്നെ തന്റെ കൂട്ടുകാരനെ സഹായിക്കാമെന്ന് അദ്ദേഹം കരുതി. രണ്ടുപേരും ചേർന്ന് അവിടെ കിടന്ന പനം പഴമൊക്കെ എടുത്ത് ഒരു ചാക്കിൽ കെട്ടിവെച്ചു. എന്നിട്ട് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം ലക്ഷ്മണനും ആശിഷും പനം പഴം നിറഞ്ഞ ആ ചാക്ക് ലക്ഷ്മണന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഗൗരി മുൻപേ തന്നെ അവിടെ കുറച്ച് മസാലകളൊക്കെ അരച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവിടെ മുളകുപൊടി, ജീരകപ്പൊടി, പിന്നെ ഫ്രഷായ പുതിന ഇലകളും ഉണ്ടായിരുന്നു.
മൂന്ന് പേരും ഒന്നിച്ചിരുന്നു ഓരോ പനമ്പഴമായി എടുത്ത് അവർ വെട്ടാൻ തുടങ്ങി. ആശിഷ് ആ പനന്നൊങ്ക് മുകളിൽ നിന്നും വെട്ടി. ലക്ഷ്മണനും ഗൗരിയും ചെറിയ കത്തി വെച്ച് അകത്തുള്ള നൊങ്ക് പുറത്തേക്കെടുത്തു. ഇത് വളരെ സൂക്ഷിച്ച് പുറത്തേക്കെടുക്കണം. മുകളിലുള്ള തോല് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചെറിയ തോതിൽ കഴിക്കാൻ തുടങ്ങും. രണ്ടുപേരും അതിനെ ശരിയെന്ന് സമ്മതിച്ചു. അപ്പോഴാണ് ആശിഷിന്റെ മനസ്സിൽ ഒരു ചോദ്യം വന്നത്. നിങ്ങൾ ഇതിൽ ഉപ്പും ജീരകവും എന്തിനാ ഇടുന്നത്? ഈ പഴം ഇനിപ്പുള്ളതാണ്, ഇത് മോശമായിട്ടുണ്ടാവില്ല. ഇതാണ് ഇതിന്റെ രുചി, ഇനിപ്പ് ഉപ്പിന്റെ മിക്സ്. നമ്മൾ ഇതിൽ ചാട്ടുണ്ടാക്കാം. ഇതുപോലെ ചാട്ടിനെ ഇതിനു മുൻപ് ആരും കഴിക്കാൻ പാടില്ലായിരുന്നു. അവർ വീണ്ടും അവരുടെ പണി ചെയ്യാൻ തുടങ്ങി. ലക്ഷ്മണൻ ആ പനം നൊങ്കിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി വെട്ടാൻ തുടങ്ങി. ഗൗരി അതിൽ മസാലകൾ ഓരോന്നായി ചേർത്തു. ആ നൊങ്ക് പതുക്കെ പതുക്കെ മസാലകൾ ചേർന്നു. കാണാൻ തന്നെ വളരെ രുചികരമായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം പനം നൊങ്ക് ചാറ്റിന്റെ ആദ്യത്തെ ബൗൾ റെഡിയായി. അതവൾ ലക്ഷ്മണനും ആശിഷിനും കൊടുത്തു. ആദ്യമായിട്ട് ലക്ഷ്മണനാണ് കഴിക്കാൻ പോകുന്നത്, കാരണം ഇത് അവരുടെ ഐഡിയ അല്ലേ. ശരി, ആ ദൈവത്തിനെ വിചാരിച്ച് നമ്മൾ ഇത് തുടങ്ങിയേക്കാം. ലക്ഷ്മണൻ ആദ്യത്തെ വായി കഴിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. അത് കണ്ടിട്ട് ആശിഷും ചാറ്റ് കഴിച്ചു നോക്കി. പിന്നെ അതിന്റെ രുചി അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവന്റെ മുഖത്ത് ഒരു വല്ലാത്ത സന്തോഷം കാണപ്പെട്ടു. വാവ്, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല ഈ സാധാരണ പഴം ഇത്ര രുചിയായിട്ടുണ്ടാവുമെന്ന്. മൂന്ന് പേരും അവർ ചെയ്ത പുതിയ ഡിഷ് ഓർത്ത് ഒരുപാട് സന്തോഷിച്ചു. ആ ദിവസം അവിടെ അവസാനിച്ചു. എല്ലാവരുടെ മുഖവും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അടുത്ത ദിവസം ലക്ഷ്മൺ പിന്നെ ആശിഷ് ഗ്രാമത്തിന് നടുക്ക് അവരുടെ ചെറിയ ഒരു വണ്ടിക്കട ഇട്ടു. അയ്യയും അവിടെ വന്ന് നിന്നു. പിന്നെ ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അവിടെ ഒന്നിച്ചു കൂടി. എല്ലാരും ഈ പുതിയ ഡിഷ് കണ്ടിട്ട് ചെറുതായെന്ന് സംശയിച്ചു. പക്ഷെ അവരുടെ മനസ്സിലൊക്കെ ആഗ്രഹവും ഉണ്ടായിരുന്നു. ആ വലിയ മനുഷ്യൻ ദേഷ്യത്തോട് ചോദിച്ചു, നിങ്ങൾ പ്രകൃതിക്ക് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. പനനൊങ്കിനെ ഇങ്ങനെ ആരെങ്കിലും കഴിക്കുമോ? മുത്തശ്ശ, ഒരേ ഒരു പ്രാവശ്യം ഇത് കഴിച്ചു നോക്ക്. ഞങ്ങൾ ഇതിൽ പുതിയതായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ചെറിയ സ്പൂണിലെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ കാത്തിരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ആശ്ചര്യമുണ്ടായി. പിന്നെ അദ്ദേഹം വീണ്ടും ഒരു സ്പൂൺ എടുത്തു കഴിച്ചു. ഇത് ഒരു മായയാണ്. എല്ലാവരും മറന്ന കാര്യത്തിന് നീ ഒരു ജീവൻ തന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഗ്രാമത്തിന്റെ അടയാളം ഇത് മാത്രമാണ്. ഗ്രാമത്തിലെ ജനങ്ങൾ സന്തോഷത്തോടെ പ്രശംസിക്കാൻ തുടങ്ങി. എല്ലാരും ആ ഡിഷ് കഴിക്കാൻ ആഗ്രഹിച്ചു. ലക്ഷ്മണനും ആശിഷും മനസ്സിലാക്കി, അതായത് അവർ വീണ്ടും കുറെ പഴങ്ങൾ, പിന്നെ വീണ്ടും ഒരു വലിയ ആലോചന ആവശ്യമാണെന്ന്. അടുത്ത ദിവസം പന നൊങ്ക് ചാറ്റിനെ കുറിച്ചുള്ള കാര്യം ഗ്രാമം മുഴുവൻ പരന്നു. ഇപ്പോൾ ആരുടെ മുഖത്തും വിഷമമില്ലായിരുന്നു. എല്ലാവർക്കും ലക്ഷ്മണനും ആശിഷും പറയുന്നത് വളരെ വിശ്വാസമായിരുന്നു. എല്ലാരും അവരെ സഹായിക്കാൻ ആഗ്രഹിച്ചു. അവർ താഴെ വീണ പഴം മാത്രമല്ല, ഉയരമുള്ള പനമരത്തിലിരിക്കുന്ന നല്ല പഴങ്ങളും പറിച്ചു. ലക്ഷ്മണനും ആശിഷും എല്ലാരോടൊപ്പവും ചേർന്ന് പണിയെടുത്തു. ലക്ഷ്മൺ, അവിടെ നോക്ക്. ഇന്ന് ആരും വിഷമത്തോടെ ഇല്ല. എല്ലാവരും പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പണ്ടികയ്ക്ക് മുൻപ് തന്നെ നമ്മൾ വിജയിച്ചു എന്ന് തോന്നുന്നു. നീ ഒരുപാട് ശരിയായിട്ട് പറഞ്ഞു. എല്ലാവരും ഒന്നായിട്ട് പണി ചെയ്യുമ്പോൾ ഒരുപാട് കഷ്ടമായ ജോലികളും ഈസി ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അതിനുള്ള വഴി കിട്ടിയിട്ടുണ്ട്. എല്ലാരും ഒന്നിച്ച് ജോലി ചെയ്യുകയായിരുന്നു. യുവാക്കളൊക്കെ മരത്തിൽ കയറി നൊങ്ക് പറിക്കുകയായിരുന്നു. വയസ്സായവരൊക്കെ നൊങ്ക് കീറി അതിലുള്ള നൊങ്കുകൾ എടുത്തു. സമയം സന്ധ്യയായി. പക്ഷെ അവരുടെ ജോലി നിന്നില്ല. എല്ലാരും അവരവരുടെ ജോലി ചെയ്യുകയായിരുന്നു. എല്ലാ ഏർപ്പാടുകളും കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം ഒന്നിച്ചു ചേർക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു. നമ്മൾ സ്ഥലം വളരെ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ്. സിറ്റിയിലുള്ളവർ വൃത്തി വളരെ വലുതായി പ്രതീക്ഷിക്കും. പിന്നെ ഓർമ്മയിരിക്കട്ടെ, സ്നേഹത്തോടെ ചെയ്യുന്ന ആഹാരം എപ്പോഴും ഒരു നല്ല രുചി നൽകും. തീർച്ചയായിട്ടും ഗൗരി, ഇത് നമ്മുടെ ഗ്രാമത്തിന് കിട്ടിയ ബഹുമാനമാണ്. എല്ലാരും ഇക്കാര്യം സമ്മതിച്ചു. ഇപ്പോൾ അവർ ഉണ്ടാക്കിയ സാധനങ്ങൾ ഭദ്രമായി വയ്ക്കാൻ തുടങ്ങി. മസാല സാധനങ്ങൾ ചാക്കുകളിലാക്കി അവർ വെച്ചു. പിന്നെ കീറിയെടുത്ത നൊങ്കുകൾ മൺപാനയിൽ അവർ സൂക്ഷിച്ചു. എന്നാലേ അത് ഫ്രഷായും നല്ല തണുത്തതായും ഇരിക്കുമെന്ന്. അതോടെ രാത്രിയും അവസാനിച്ചു. അടുത്ത ദിവസം വളരെ വലിയ എക്സിബിഷൻ നടക്കുകയാണ്. അവിടെ മുഴുവൻ പൂക്കൾ കൊണ്ടും പിന്നെ പേപ്പർ കൊണ്ട് ചെയ്ത അലങ്കാര സാധനങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ടിരുന്നു. ആ എക്സിബിഷന് നടുക്ക് ലക്ഷ്മണന്റെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അത് പൂവ് കൊണ്ടും പിന്നെ പനയോല കൊണ്ടും സാധാരണമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. ലക്ഷ്മൺ, ആശിഷ്, ഗൗരി, പിന്നെ പെരിയയ്യ
അതേ കടയിൽ നിന്നുകൊണ്ട് അവരുടെ പുതിയ ഡിഷിനെ എല്ലാവർക്കും അവർ പരിചയപ്പെടുത്തി. ലക്ഷ്മൺ, അവിടെ നോക്ക്, ആ ഷാപ്പുകളൊക്കെ ഒരുപാട് കൂട്ടമായിട്ടുണ്ട്. നമ്മളുടെ ഷാപ്പ് സാധാരണ ഷാപ്പ് പോലെ ഉണ്ട്. ആരെങ്കിലും ഇവിടെ വരുമോ? ഓർമ്മയോടെ ഇരിക്കൂ ആശീഷ്. വാസനയും ഋഷിയും അതിന്റെ വഴിയെ അത് തന്നെ എടുത്തേക്കും. വലിയയ്യ മുന്നിലോട്ട് വന്നു തന്റെ കടയിലേക്ക് ജനങ്ങളെ വരാനായി വിളിച്ചു. വരൂ സർ, വരൂ സിസ്റ്റേഴ്സ്, പുതുമയായ പനച്ചാട്ട് കഴിച്ചോളൂ. ഇതിന്റെ രുചിനെ നിങ്ങൾ ഇതിനു മുൻപ് എപ്പോഴും കഴിച്ചിട്ടേ ഇല്ല. ചിലരൊക്കെ അങ്ങനെ നിന്നു. പിന്നെ അവർ എന്ത് കേട്ടോ അതിനോട് അവർക്ക് ചെറിയൊരു താല്പര്യം തോന്നി. നഗരത്തിലുള്ള ഒരാൾ മുന്നിലോട്ട് വന്നു. എന്നിട്ട് അവരുടെ ഡിഷ് കഴിക്കാനായി വാങ്ങി. അദ്ദേഹം പതുക്കെ ഒരു വായ എടുത്ത് കഴിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹത്തിന് എന്തു തോന്നിയെന്നാൽ ഇങ്ങനെ ഒരു രുചി ഇതിനു മുൻപ് അദ്ദേഹം കഴിക്കാത്തതുപോലെ തോന്നി. ഇത് ഒരു അത്ഭുതമായ ചാട്ടാണ്. ഇത് ഫ്രഷ് ആയിട്ട് രുചിയായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഗ്രാമത്തിന്റെ സ്റ്റാളിൽ പഴയ വിഷയങ്ങൾ മാത്രമാണ് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് വളരെ ക്രിയേറ്റീവായിട്ടുണ്ട്. നന്ദിയുണ്ട് സാറേ. ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള മരങ്ങളുടെ പഴമാണ്. ഞങ്ങൾ അധ്വാനിച്ചതിന്റെ രുചിയാണ്. അതോടെ വീണ്ടും കുറേ ആളുകൾ അവിടേക്ക് വന്നു. കാര്യം പതുക്കെ പതുക്കെ എല്ലാരും അറിഞ്ഞു. പിന്നെ അവർ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. തിരക്ക് കൂടിക്കൊണ്ടേ പോയി. എല്ലാരും ക്ഷീണിച്ചു പോയി. പക്ഷെ നിന്നില്ല. പിന്നെ അതേ ഉത്സാഹത്തോടെ ആ ദിവസവും അവസാനിച്ചു. 4 പേരും വീണ്ടും ഗ്രാമത്തിന്റെ നടുക്ക് വരികയായിരുന്നു. അവിടെ മറ്റുള്ള ഗ്രാമത്തിലെ ജനങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ലക്ഷ്മൺ തന്റെ കയ്യിൽ ഒരു വലിയ ട്രോഫി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ 4 പേരുടെ മുഖത്തും ചെറിയ സന്തോഷം നിറഞ്ഞ ചിരിയുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ അവരെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. എന്നിട്ട് അവരുടെ വിജയം ആഘോഷിച്ചു. ലക്ഷ്മൺ, എന്നെ ക്ഷമിച്ചേക്കൂ. ഞാൻ വിചാരിച്ചു നമ്മളുടെ ഗ്രാമത്തിൽ വലുതായിട്ട് ഒന്നും ഇല്ല എന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മളെല്ലാവരും വലിയ പൈസക്കാരാണ്. കണ്ടോ കുട്ടികളെ, നമ്മളുടെ അടുത്ത് ഏതൊരു കാര്യവും ഇല്ലാതിരിക്കില്ല. കുറവ് നമ്മളുടെ ആലോചനയിലാണുള്ളത്. ലക്ഷ്മണും ഗൗരിയും നമ്മളുടെ ഭൂമിയുടെ മഹത്വത്തിനെ നമ്മൾക്ക് തെரியപ്പെടുത്തി. ഇത് ഒരാളിൻ്റെ വിജയം മാത്രമല്ല മുത്തശ്ശ, ഇത് നമ്മുടെ ഗ്രാമത്തിൻ്റെ വിജയമാണ്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്തു. എല്ലാവരും എല്ലാവരെയും വിശ്വസിച്ചു. ഇതാണ് ഒരു വലിയ ബഹുമാനമാണ്. പിന്നെ വലിയ കാര്യം എന്താണെന്നാൽ ഇനി നമ്മുടെ പനമരത്തിന് ആരും വേസ്റ്റ് ആണെന്ന് പറയില്ല. ഇപ്പോൾ ഇത് നമ്മുടെ അടയാളമാണ്. എല്ലാരും ഇക്കാര്യം സമ്മതിച്ചു. പിന്നെ ഈ ദിവസവും ഇതോടെ അവസാനിച്ചു. കുറച്ചു ദിവസത്തിന് ശേഷം ലക്ഷ്മണൻ തന്റെ വീട്ടിനു മുന്നിലായി ഒരു വലിയ കടയിട്ടു. അദ്ദേഹം അവിടെ അതേ പനമ്പഴം ചാറ്റ് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വിറ്റു. ഇപ്പോൾ ഈ ചാറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളതായി മാറി. എല്ലാരും ഇത് ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുകയാണ്. പിന്നെ ഇതോടെ ഈ കഥയും ഇവിടെ അവസാനിക്കുന്നു.